ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ടൈ നെക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാന്നാണ് കാണിക്കുന്നത്. ഞാനൊരു നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് പ്ലേറ്റ്സ് കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു നെക്ക് ഇതുപോലെ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് സെൻറ്റർ ആക്കി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു മെഷർമെന്റ് ഒന്ന് എടുക്കണം. ഇതെങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ഒരു ലെങ്ത് ഒന്ന് എടുക്കാം. ഇതിപ്പോൾ 11 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലോങ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒറ്റ ലോങ് സ്ട്രിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതാ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട് 11 ഇഞ്ചും. അതിൻ്റെ കൂടെ ടൈ കെട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതും ഒരു 13 ഇഞ്ചിൻ്റെ അടുത്തേക്കായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട്. ആ ഒരു ടൈ കെട്ടാൻ വേണ്ടിയിട്ടുള്ള അത്ര ലെങ്ത്തിലാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി എന്താ ഈ ഒരു പീസിന്റെ ഈ ഒരു ഫോൾഡ് ചെയ്ത വശത്ത് ഇതിന്റെ ഈ നെക്കിന്റെ സെന്റർ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഒരു എൻഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്താ ഈ ഒരു പീസ് ഇതിന്റെ റോങ് സൈഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു വശത്ത് നിന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ടൈ അല്ലെങ്കിൽ നമ്മൾ ഫ്രോക്കിനൊക്കെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും ഈ ഒരു കട്ട് ചെയ്തതിന്റെ ബാക്കി വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നേരത്തെ കട്ട് ചെയ്ത വശത്തുനിന്ന് രണ്ട് എൻഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ടൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സെന്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇതെവിടെ ഈ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡ് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിന് നെക്കിന്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടൈക്കായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു പാർട്ടിൽ, അതായത് നമ്മൾ ടൈ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത പാർട്ടിൽ നിന്നും ഈ ഒരു ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം. അത് നെക്കിന്റെ ഈ ഒരു ടൈന്റെ ഭാഗം ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു ടൈ ഒന്ന് മറിച്ചിട്ടിട്ട് ഈ സ്റ്റിച്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ഉൾവശത്തേക്ക് മടക്കിയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ രണ്ട് സൈഡും ടൈൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിൽ ഒരു ടൈ നോട്ട് ഇട്ട് കൊടുക്കുക.